നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാരായണീയ പാരായണമാകാം. നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ദശകം എനിക്ക് ഭക്തിയുണ്ടാകണേ എന്നുള്ള ഭക്തകവിയുടെ പ്രാർത്ഥന ഇപ്പോൾ മുതൽക്ക് ഈ മൂന്നാമത്തെ ദശകം മുതൽക്കാണ് കേട്ടോ ഭക്തകവി ഭഗവാനോട് തനിക്ക് തൻ്റെ രോഗം മാറ്റി തരണേ എന്നും തനിക്ക് ഭക്തി ഉണ്ടാകണേ എന്നും തൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഭഗവത് ഭക്തിയായി മാറണം എന്നും, അതായത് പൂജ ചെയ്യണം, പ്രദക്ഷിണം വയ്ക്കണം, തൊഴുവണം, അങ്ങനെ പല കാര്യങ്ങൾ, എനിക്ക് ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കണം, കീർത്തനങ്ങൾ പാടണം, എനിക്ക് അങ്ങയുടെ ക്ഷേത്ര ദർശനം നടത്തണം, എനിക്ക് പ്രദക്ഷിണം വയ്ക്കണം, ഇങ്ങനെയുള്ള, അതായത് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഭഗവത് ഭക്തിയായി മാറ്റിത്തരണേ, അതിനുള്ള പ്രവർത്തികളിൽ മുഴുകാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന. അതിനുവേണ്ടി എൻ്റെ രോഗം മാറ്റിത്തരണേ, എനിക്ക് ആരോഗ്യം തിരിച്ചു നൽകണേ എന്നുള്ള പ്രാർത്ഥന. അത് ഈ മൂന്നാമത്തെ ദശകം മുതൽക്കാണ് തുടങ്ങുന്നത്. അതിലെ 7 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. ഏകദേശം നമുക്കൊന്ന് മനസ്സിലായി. 7ാമത്തെ ശ്ലോകം ഏറ്റവും എവിടെയാണ് നമ്മൾ നിർത്തിയത് എന്നറിയാൻ വേണ്ടി ഞാനിപ്പോഴൊന്ന് വായിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. 7ാമത്തെ ശ്ലോകത്തിൻ്റെ പരിഭാഷ വായിക്കാം. ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്ക് ശക്തി നൽകൂ. എൻ്റെ കാലുകളൊക്കെ ഒന്ന് വയ്യാണ്ടാട്ടോ ഇരിക്കണേ, വാതരോഗം കാരണം ഇത് നടക്കാനൊക്കെ നല്ല വിഷമമുണ്ട്. ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്കു ശക്തി നൽകൂ. പൂജ ചെയ്യാൻ കൈകളെയും ശക്തമാക്കണേ. എനിക്ക് അങ്ങയെ പൂജ ചെയ്യണം, അതിനെൻ്റെ കൈകൾക്കും ശക്തി തരൂ. രൂപം കാണാൻ കണ്ണുകളും ഗന്ധത്തിനായി നാസികയും കഥകളെ കേൾക്കാൻ കാതും ശക്തമാക്കണേ. എനിക്ക് ഭഗവാന്റെ ആ രൂപം ഒന്ന് കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകൂ. എനിക്ക് അവിടുത്തെ പാദതുളസിയുടെ ഗന്ധം നുണയാൻ, ആ ഗന്ധം സുഗന്ധം എൻ്റെ നാസാരന്ധ്രങ്ങളിലെത്താൻ എൻ്റെ നാസികയ്ക്കും ശക്തി തരൂ. എനിക്ക് അവിടുത്തെ കഥകൾ കേൾക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, കീർത്തനങ്ങൾ ചൊല്ലണം, അവ കേൾക്കണം. ഇതിന് എൻ്റെ കാതുകൾക്കും ശക്തി തരൂ, നാവുകൾക്കും ശക്തി തരൂ, പാദങ്ങൾക്കും ശക്തി തരൂ. അങ്ങനെ ആ എല്ലാ കാര്യങ്ങളും എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണർത്തി ഭഗവത് പാദസേവയ്ക്കായിട്ട് തയ്യാറാക്കൂ എന്നാണ് പ്രാർത്ഥന. അതാണ് 7ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ച് നിർത്തിയത്. ഇനി നമുക്ക് വായിക്കാനുള്ളത് 8ാമത്തെ ശ്ലോകമാണ്. 8ാമത്തെ ശ്ലോകം, 3ാമത്തെ ദശകം, 8ാമത്തെ ശ്ലോകം. പ്രഭുദാദിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി തുദീയം തദ്രൂപം പരമരസജീദ്രൂപമുദിയാത് ഉദഞ്ജദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാഷ്ടു യഥാ വിസ്മര്യാസം ദുരുപശമഭീഡാ പരിഭവാൻ. അന്വയിക്കുമ്പോൾ പ്രഭുദാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി. വളരെയേറെ പ്രഭുദാദിവ്യാധി, വ്യാധിച്ച മനോദുഃഖം, ആദി വ്യാധി രണ്ടുമുണ്ട്. ശരീരത്തിനുള്ള ദുഃഖവും ശരീരത്തിൻ്റെ അസ്വസ്ഥത കാരണമുള്ള മനോദുഃഖം. അപ്പോൾ വളരെയേറെ മനോദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പ്രസഭചലിതേ മാമകഹൃതി. എൻ്റെ മനസ്സ് ഇങ്ങനെ പ്രക്ഷുബ്ധമാണ്. എന്തൊരു വേദന, എന്തൊരു വിഷമം, ഓ എത്ര കഷ്ടപ്പാട് എന്നുള്ള ശാരീരിക വേദന. എന്നാലും എൻ്റെ സ്വാമി, എന്നാലും എൻ്റെ ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ, എൻ്റെ വേദനയും വിഷമമൊന്നും മാറിയില്ലല്ലോ എന്നുള്ളൊരു മനോവേദന. പരമസജിദ്രൂപം, പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപമുദിയാത്
സാന്ദ്രാനന്ദാവബോധാത്മകമായ നിന്തിരുവടിയുടെ ആ ദിവ്യ വിഗ്രഹം കാണുന്നവർക്ക് വീണ്ടും വീണ്ടും കാണണമെന്ന മോഹം ഉദിപ്പിക്കുന്ന അങ്ങയുടെ ആ ദിവ്യ വിഗ്രഹം തെളിഞ്ഞ് വിളങ്ങണേ എന്നാണ് പറയുന്നത്. പരമരസ വീണ്ടും വീണ്ടും കാണണമെന്ന മോഹം ചിദ്രൂപം അങ്ങയുടെ ആ രൂപം ത്വദീയം അങ്ങയുടെ രൂപം തത്രൂപമുദിയാത് ആ വിഗ്രഹം എനിക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കണേ. ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹുഹർഷാസു നിവഹ. എനിക്ക് ആ രൂപം കാണുമ്പോഴുണ്ടല്ലോ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളറിയാതെ നമ്മൾ കോൾമയിർ കൊള്ളും. നമ്മളങ്ങോട്ട് എന്താ പറയണ്ടേ, നമ്മൾ അയ്യോ ഞാൻ ആകെ അങ്ങോട്ട് കോരിത്തരിച്ചു പോയി. നമ്മുടെ കൈ ഇങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ രോമങ്ങളൊക്കെ എഴുന്ന് നിൽക്കും, രോമാഞ്ചം. ചില കുഞ്ഞു കുട്ടികൾ നമ്മളെ വന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട് രോമാഞ്ചം, എനിക്ക് അനുഭവപ്പെടാറുണ്ട് കോൾമയിർ. എന്തൊരു സുഖമാണത്. കൊച്ചു കുട്ടികളുടെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി കാണുമ്പോൾ അതുപോലെയാണ് കേട്ടോ ഉണ്ണികൃഷ്ണ. എനിക്ക് കോൾമയിർ കൊണ്ടും ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുകും. നമുക്ക് കണ്ണീര് രണ്ട് തരത്തിൽ വരും. സന്തോഷം കൊണ്ട് കണ്ണുനീർ ആനന്ദാശ്രു, സങ്കടം കൊണ്ട് വിതുമ്പി വിതുമ്പി കരയുമ്പോഴുണ്ടാകുന്ന കണ്ണു അത് ദുഃഖാശ്രു. ഇങ്ങനെ രണ്ട് വിധത്തിൽ കണ്ണീർ. അപ്പം ഈ ആനന്ദ കണ്ണീർ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകും. പിന്നെയോ ദുരുപശമപീഡ പരിഭവാൻ, അതായത് യഥാബദ്ധ വിസ്മര്യാസം, അടക്കാനാവാത്ത രോഗപീഠകളെ അങ്ങനെ ഞാനങ്ങോട്ട് മറന്നു പോകണേ. ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോൾ, കഥകൾ കേൾക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, അവിടത്തെ പറ്റി ഓർക്കുമ്പോൾ, ആ പാദതുളസിയുടെ സുഗന്ധം എൻ്റെ നാസാരന്ധ്രങ്ങളിൽ എത്തുമ്പോഴൊക്കെ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ഞാൻ കോൾമയിർ കൊള്ളുന്നു. എൻ്റെ ശാരീരികമായ പീഡനങ്ങൾ, രോഗത്തിൻ്റേതായ അസ്വസ്ഥതകൾ ഞാനങ്ങ് മറന്നു പോകുന്നു ഭഗവാനെ എന്നാണ് പറയുന്നത്. ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് അവിടെ ഒരു സ്ഥാനമില്ല. അതുപോലെയാണ് ഭക്തി അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങൾക്കൊരു സ്ഥാനവുമില്ല, ദുരിതങ്ങൾക്കൊരു സ്ഥാനവുമില്ല, കഷ്ടതകൾക്കൊരു സ്ഥാനമില്ല. അതൊക്കെ അങ്ങോട്ട് പോവുക. സൂര്യപ്രകാശം ഇരുട്ടിനെ മാറ്റുന്നത് പോലെ അങ്ങയോടുള്ള ഭക്തി എൻ്റെ ദുരിതങ്ങളെ, കഷ്ടതകളെ മാറ്റി തീർക്കുന്നു. എനിക്ക് ഭക്തി ഉണ്ടാകാനും അതങ്ങോട്ട് വർദ്ധിച്ച് വരാനും ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഉള്ളത്. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ. എന്നിട്ട് പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവൻ. ഭക്തി വർദ്ധിക്കുന്തോറും എൻ്റെ രോഗപീഠകൾ ഞാൻ മറക്കുന്നു, എന്നിൽ ഞാൻ കോൾമയിർ കൊള്ളുന്നു, ആനന്ദാശ്രു ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ ആ പരിഭാഷ ഒന്ന് പറയാം. പരിഭാഷയിൽ മധുര മനോഹരമാം മുരളീധരാ നിൻ രൂപം മനതാരിൽ മിന്നിടുകിൽ ധന്യനാകും ഞാൻ. മധുര മനോഹരമാം മുരളീധരാ നിൻ രൂപം മനതാരിൽ മിന്നിടുകിൽ ധന്യനാകും ഞാൻ. അടങ്ങാത്ത വേദനകൾ മറന്നിടും ആനന്ദത്തിൻ തിരകളിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചിടും ഞാൻ. അതിവിരൂപം എൻ്റെ മനസ്സിൽ ഉദിക്കുമ്പോൾ എൻ്റെ വേദനകൾ മറക്കുന്നു, കോൾമയിർ കൊള്ളുന്നു, ആനന്ദാശ്രു എനിക്ക് ഉണ്ടാകുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം.
9ാമത്തെ ശ്ലോകമാണ് കേട്ടോ അത്. മരുർഗേ കാദീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവ സ്നേഹി സോഹം സുബഹു പരിതപ്യേച കിമിദം അകീർത്തിസ്തേ മാഭൂ ദ്വരദ ഗദഭാരം പ്രശമയൻ പവത്പത്തോത്തംസം ജഡതി കുരുമാം കംസദമന കംസദമന മരുർഗേകാദീശ, അതായത് ഗുരുവായൂരപ്പ, എനിക്ക് തൊയ് പരാഞ്ച അഭി, തൊയ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, തൊയ് പരാഞ്ച അഭി എന്ന് പറഞ്ഞാൽ വിമുഖർ, അതായത് ഇച്ഛയുള്ളവരുണ്ട്, ഇച്ഛയില്ലാത്തവരുണ്ട്. അങ്ങയോട് വളരെ അനുകൂലമായ നിലപാടിൽ ഭക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ കൂടുതൽ പേര്, ഒരുപാട് പേര് എനിക്കിപ്പോൾ ഒരു ഭക്തിയും വേണ്ട എന്നൊന്നും ഗുരുവായൂരപ്പൻ അങ്ങനെ നടക്കും എന്നുള്ള വിധത്തിൽ അങ്ങയോട് ഒരു വിമുഖരായിട്ടുള്ളവരും ഉണ്ട് ധാരാളം പേര്. രണ്ടും കാണാനുണ്ട് ഈ സമൂഹത്തിൽ. ഇതിൽ സുഖിന ഖലു, അവരൊക്കെ സുഖമായിട്ടിരിക്കുക. ആര്? അങ്ങയോട് വിമുഖത കാണിക്കുന്നവർ ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് അങ്ങയുടെ ഒരു അനുഗ്രഹം കിട്ടുന്നില്ല എന്നാണ് അവരുടെ വിചാരം. അവർ പ്രാർത്ഥിക്കണ തന്നെ ഇല്ല, ചിന്തിക്കണ തന്നെ ഇല്ല. പിന്നെ എങ്ങനെ അങ്ങ് അനുഗ്രഹിക്കണേ? അങ്ങയുടെ മനോധർമ്മം കൊണ്ട് അനുഗ്രഹിക്കണ്ടോന്ന് രൂപമില്ല കേട്ടോ. പക്ഷേ അവർ അങ്ങയോട് വിമുഖരാണ്. പക്ഷെ അവരുടെ ജീവിതമൊക്കെ വളരെ സൗഖ്യമാണ്. ഉണ്ട് ഭവത് സ്നേഹീസ അഹം. പക്ഷെ എൻ്റെ കാര്യം, എനിക്ക് അങ്ങയോട് വളരെ ഭക്തിയാണ്, സ്നേഹമാണ്, ആദരവാണ്. എന്നാൽ അവിടത്തേക്ക് സ്നേഹമുള്ള ഈ ഞാൻ, അങ്ങയെ സ്നേഹിക്കുന്ന ഞാൻ, അങ്ങക്ക് എന്നയോട് സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടത്തെക്കുറിച്ച് സ്നേഹമുള്ള ഈ ഞാൻ സുബഹുപരിതപ്യേച്ച ഇതം കിം, ഞാനൊരുപാട് ദുഃഖിക്കുന്നുണ്ട്. എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. അതുമൂലം എൻ്റെ സുഖേട് വേദനയൊന്നും മാറിയില്ലല്ലോ ഗുരുവായൂരപ്പ എന്നുള്ളൊരു വേവലാതിയുണ്ട്. എനിക്ക് ആധിയുണ്ട്, വ്യാധിയുണ്ട്, രണ്ടുമുണ്ട് എനിക്ക്. ഗതഭാരം, ഈ രോഗമെല്ലാം, ഗതഭാരം എന്ന് പറഞ്ഞാൽ രോഗങ്ങളെല്ലാം കൂടിയിട്ട് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, ശരീരത്തിനും മനസ്സിനും. പ്രശമയൻ മാം ജഡതി ഭവത് ഭക്തോത്തം സ കുരു. പ്രശമയൻ മാ, ഈ അസ്വസ്ഥതകളൊക്കെ അങ്ങോട്ട് തീരെ മാറിയിട്ട് ഭവത് ഭക്തോത്തം സം കുരു, എന്നെ അവിടുത്തെ ഭക്തനാക്കും. എന്നിൽ ഭക്തി ഇങ്ങനെ വർദ്ധിക്കട്ടെ. തീരെ മാറി എൻ്റെ രോഗങ്ങളൊക്കെ മുഴുവനും അങ്ങോട്ട് മാറി അവിടുത്തെ വളരെ വേഗത്തിൽ എന്നെ ഭക്തന്മാരിൽ ഭക്തോത്തംസം, സാധാരണ ഭക്തനല്ല കേട്ടോ, എന്നെ ഭക്തോഗ്രസരനാക്കണം, ഉത്തമ ഭക്തനാക്കി എന്നെ മാറ്റണം കേട്ടോ ഗുരുവായൂരപ്പ. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മരോർഗേകാദീശ തൊയ്കലു പരാഞ്ചോപി സുഖിനോ. ഒരുപാട് പേര് അങ്ങയോട് വിമുഖത കാണിക്കുന്നു, ഒരു സുഖമായിട്ടിരിക്കണം. ഭവ സ്നേഹി സോ അഹം, ഞാൻ അങ്ങയോട് സ്നേഹമുള്ളവനാണ് അഹം. സുബഹുപരിതപ്യേ, ഒരുപാട് താപങ്ങൾ എനിക്കുണ്ട്, ദുഃഖങ്ങൾ എനിക്കുണ്ട്. രോഗം മൂലം ശരീരത്തിന് മാറണില്ലല്ലോ, രോഗമൊന്നും മാറണില്ലല്ലോ, അങ്ങേ പൂജിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള ദുഃഖങ്ങൾ വേറെ. കിമുഖം, ഇതെന്തത്, ഇതെന്തൊരു കഥയാ ഭഗവാനെ? അങ്ങയോട് സ്നേഹമുള്ള എനിക്ക് ദുരിതം. എന്നാ അങ്ങയോട് വിമുഖതയുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കണോ താനും എന്നാണ് പറയുന്നത്. അകീർത്തിസ്തേ മാഭൂ, അങ്ങ് എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റിത്തരും. ഇല്ലെങ്കിൽ അകീർത്തിസ്തേ മാഭൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അകീർത്തി മാഭൂത് വരദ തംസദമന. വരദ എന്ന് പറഞ്ഞാൽ മഹാ അഭിഷ്ടപ്രദൻ, അങ്ങ് വരങ്ങൾ, ഇഷ്ടമുള്ള വരങ്ങൾ നൽകുന്ന ആളാണ് വരദൻ. അങ്ങ് വരദനാണ്, ആവശ്യപ്പെടുന്ന വരങ്ങളൊക്കെ നൽകുന്നവനാണ്. പിന്നെയോ കംസദമന, കംസനെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞവനുമാണ്, കംസഹന്താവുമാണ് അങ്ങ്. അങ്ങനെയുള്ള ഭഗവാനെ അകീർത്തി മാഭൂത്, എന്തായി പറയണേ? അകീർത്തി, അങ്ങ് ഭക്ത സംരക്ഷകനാണ്, ഭക്തൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റുന്നവരാണ്, രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുന്ന മഹാവൈദ്യനാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് കീർത്തി ഉണ്ടല്ലോ. ആ കീർത്തിയൊക്കെ ആ കീർത്തിയാവും കേട്ടോ.
അങ്ങേക്ക് ചീത്ത പേരുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഭക്തിയുണ്ടേ. എൻ്റെ രോഗങ്ങൾ മാറ്റിയില്ലെങ്കിൽ, എൻ്റെ മനോവേദനകൾ മാറ്റിയില്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയുടെ കീർത്തിയൊക്കെ മഹാമോശമാവും. അങ്ങ് ഈ പറഞ്ഞ പോലെ ഭക്തരെ സംരക്ഷിക്കുന്ന ആളാണെന്നുള്ള കീർത്തി ഉണ്ടല്ലോ, അതിനൊക്കെ ഇത്തിരി മങ്ങലേൽക്കും കേട്ടോ എന്നാണ് പറഞ്ഞത്. അകീർത്തി, അങ്ങേക്ക് അകീർത്തി വരും. അകീർത്തി മാഭൂത്. ഭഗവാനെ നിന്തിരുവടിക്ക് ദുഷ്കീർത്തി ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ടെങ്കിലും എൻ്റെ രോഗമൊക്കെ മാറ്റിത്തരട്ടെ, എൻ്റെ ആദ്യം വ്യാധിയൊക്കെ മാറ്റിത്തരട്ടെ, എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ നമുക്കൊന്ന് വായിക്കാം. ഭക്തന്മാരല്ലാത്തവരും സുഖമായി കഴിയുന്നു. ഈ ലോകത്ത് ഞാൻ കാണുന്നുണ്ട് ഭഗവാനെ, ഭക്തന്മാരല്ലാത്തവരും സുഖമായി കഴിയുന്നു. ദുഃഖം കൊണ്ടു നേറി നേറി കഴിയുന്നു ഞാൻ. എന്നാൽ ഞാനാവട്ടെ, അങ്ങോട്ട് ഭക്തിയുള്ള ഞാനാകട്ടെ, ദുഃഖം കൊണ്ടു നേറി നേറി കഴിയുന്നു ഞാൻ. ഭഗവാനു കീർത്തി ഭംഗം വരാതെയിരുന്നിടണം. ഭക്തവത്സലനാണ്, ഭക്തരെ സംരക്ഷിക്കുന്നവനാണ്, അവരുടെ ആദ്യം വ്യാധിയൊക്കെ മാറ്റി കൊടുക്കുന്നവനാണ് എന്നുള്ള അങ്ങയുടെ കീർത്തിക്ക് ഭംഗം തട്ടാതിരിക്കണമെങ്കിൽ എൻ്റെ അതിവ്യാധിയൊക്കെ മാറ്റിത്തരണം. ഭഗവാനു കീർത്തി ഭംഗം പറ്റ വരാതെയിരുന്നിടണം. ഭക്തി നൽകി വ്യാധി തീർത്തു രക്ഷിച്ചിടണം. എനിക്ക് ഭക്തിയൊക്കെ തീർത്ത് വ്യാധി തീർത്ത് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം ഈ അധ്യായത്തിലെ ലാസ്റ്റ് ശ്ലോകമാണ്, ഈ ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. കിമുക്തൈർഭൂയോഭി സ്തവഹി കരുണായാവദുദിയാദഹം താവദേവ പ്രഹിതവിധാർത്തി പ്രലപിത പുരക്ലപ്തേ പദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുദിന സേവാ വിരചയൻ. അതായത് ഭൂയോപി ഉക്തൈക്കിം കിമുക്തൈർഭൂയോഭി കിം കിം ഉക്തൈ ഭൂയോബി, അങ്ങനെയാണ് ആ വാക്ക്. അത് ഒരുമിച്ച് ചേരുമ്പോഴാണ് കിമുക്തൈർ ഭൂയോബി. ശരിക്കും വേണ്ടത് ഭൂയോബി. ഭൂയോബി എന്ന് വെച്ചാൽ വളരെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ അങ്ങനെ ഒരുപാട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പം എന്താ കാര്യം. ഉക്തൈക്കും ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയില്ല, ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് എന്താ കാര്യം. അതാണ് കിം ഭൂയോബി ഉക്തൈക്കും കിമുക്തോയ് ഭൂയോബി കിമുക്തൈർ ഭൂയോബി. എന്താണ് വരദാ ദേവ, ഭക്താഭീഷ്ടങ്ങളൊക്കെ നൽകുന്ന ഭഗവാനെ വരദാ ദേവ നിന്തിരുവടിയുടെ തവഹി കരുണായാവത് ഉദിയാത് താവത്, നിന്തിരുവടിയുടെ കരുണ ഉണ്ടാകുന്നത് വരെ, താവത് അങ്ങയുടെ കരുണ ഉദിയാത് കരുണായാവത് അങ്ങയുടെ കരുണ ഉദിയാത് ഉണ്ടാകുന്നത് വരെ, താവത് ഉണ്ടാകുന്നത് വരെ അഹം പ്രഹിതവിധാർത്ഥ പ്രലപിത, ഞാൻ പല വിധത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ഈ ആവലാതി പറച്ചിലൊക്കെ നിർത്താൻ പോവാം. ഇനി ഒരു പരിഭവം ഞാൻ പറയണില്ല, ഉപേക്ഷിച്ച് പുരക്ലപ്തേ തവ പാതേ മുൻപിലുള്ള നിന്തിരിപൊടിയുടെ തൃപ്പാദത്തിൽ, ദാ ശ്രീകോവിൽ എനിക്ക് കാണാനുണ്ട്, ഭഗവാന്റെ തൃപ്പാദം ഞാൻ കാണാനുണ്ട് എനിക്ക്. ആ തൃപ്പാദത്തിൽ യഥാശക്തി നദിനുതി സേവാ വിരചയൻ, എനിക്ക് കഴിവുപോലെ ഞാൻ നമസ്കാര സ്തുതി ഭജനങ്ങളൊക്കെ ചെയ്യാൻ പോവാം. ഇനി അല്ലാണ്ട് ഒരു വഴിയില്ല. അങ്ങയുടെ പാദത്തിൽ ഞാൻ നമസ്കരിക്കാൻ പോവാം. എനിക്ക് പറ്റണില്ല, എൻ്റെ കഴിവല്ല. യഥാശക്തി നദിനു, എനിക്ക് പറ്റുന്നതുപോലെ, ശരീരം കൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റാത്തത് അങ്ങയെ നമസ്കരിക്കാൻ. മനസ്സുകൊണ്ട് എനിക്ക് തയ്യാറാണ്, ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശക്തി അനുസരിച്ച്, യഥാശക്തി അനുസരിച്ച് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, പൂജിക്കുന്നു, സ്തുതി ഭജനം എന്നിവയൊക്കെ ചെയ്യുന്നു. ദിവസം നേഷ്യാമി വ്യക്തം,
ഞാനങ്ങനെ അവിടെ കഴിച്ചു വിട്ടു. ഞാൻ ഈ ഭജന നിർത്തിപ്പോകുന്നില്ല. ഈ അറ്റം അങ്ങയെ ഭജിക്കുക എന്നുള്ള എൻ്റെ ഈ അറ്റം ഞാൻ നിർത്തിപ്പോവില്ല. എനിക്ക് ആവണ പോലെ ഞാനിതൊക്കെ അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഈ പാദസേവ തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. കിമുക്തൈർഭൂയോഭി തവ ഹി കരുണായാവതുദിയ അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥി പ്രലപിത. ഞാനിതൊന്നും നിർത്തില്ല. ആ പരിഭവം പറച്ചില്ല. പുരക്ലപ്തേ പാദേ വരദ, അങ്ങയുടെ പാദങ്ങളിൽ വരങ്ങൾ തരുന്നവനെ ഭഗവാനെ അവിടുത്തെ പാദം തവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദീനു നിഷേവാ വിരചയൻ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പാദസേവ ചെയ്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാൻ പോവുകയാണ്, ജീവിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ പാദസേവയല്ലാണ്ട് എനിക്ക് വേറെ ഒരു വഴിയില്ല. എന്തിനേറെ പറയുന്നു ഇന്ദിരാരമണാദേവ. ഇന്ദിര എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. ഇന്ദിരാരമണ, മഹാലക്ഷ്മിയുമായിട്ട് രമിക്കുന്നവനെ, സന്തോഷിപ്പിക്കുന്നവനെ ദേവ എന്ന് വെച്ചാൽ മഹാവിഷ്ണു ഭഗവാനെ, കൃഷ്ണ, ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ. എന്തിനേറെ പറയുന്നു ഭാവത് കിമുക്തോയിർഭാവതുദിയ. ഞാൻ ഒരുപാട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തിനേറെ പറയണേ എൻ്റെ ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ. വന്ദിക്കുന്നിൻ പാദങ്ങൾ അവിരാമം ഞാൻ അങ്ങയുടെ പാദങ്ങൾ വീണ്ടും വീണ്ടും അവിരാമം തുടർച്ചയായിട്ട്, വിശ്രമമില്ലാതെ തുടർച്ചയായിട്ട് ഞാൻ ഭജിക്കുന്നു. പാദങ്ങൾ യഥാശക്തി നമസ്കാരം, യഥാശക്തി ഞാൻ നമസ്കരിക്കുന്നു. പൂജാദികൾ ചെയ്തിടുവാൻ യമുനാവേഗ സംഹാരി സോദര കോ. യമുനാ നദിയുടെ വേഗത്തിൽ, യമുനാവേഗ സംഹാരി, യമുനയുടെ വേഗതയൊക്കെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഭഗവാനെ ഞാൻ യഥാശക്തി അങ്ങയെ നമസ്കരിക്കുകയാണ്, പൂജിക്കുകയാണ്, അങ്ങയുടെ കഥകൾ കേൾക്കുകയാണ്. അങ്ങ് എന്നെ സംരക്ഷിക്കും. ഈ 3-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അധ്യായം ഇത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനെ, ഇന്ന് ഞാനിവിടെ പറഞ്ഞ ഈ വാക്കുകളെല്ലാം തന്നെ എൻ്റെ ഗുരുവായൂരപ്പ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങിതെല്ലാം വേണ്ടോന്നാക്കി തരണേ. കേൾവിക്കാർക്ക് നല്ലതായ ഭക്തി ഉണ്ടാക്കി കൊടുക്കണേ. എനിക്കും ഭക്തി ഉണ്ടാക്കി തരണേ. ആദ്യം വ്യാധിയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെ ആദ്യം വ്യാധിയൊക്കെ മാറ്റി തരണേ. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നാരായണീയം കേൾക്കൂ, എന്നോടൊപ്പം കൂടും. അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഗ്യാരണ്ടി.